ഹലോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇന്ന് ഓർത്തിരിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ചെറുപ്പത്തിൽ എനിക്കന്ന് 5-6 വയസ്സുള്ളൂ. അന്നേരം ഞാൻ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ്, നമ്മുടെ പണ്ടത്തെ ഒരു പച്ച പാക്കറ്റില്ലേ, ഗ്ലൂക്കോസ് പൊടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഈ ഓട്ടം കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ബാഗൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാം പുല്ലിൽ. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഗ്ലൂക്കോസ് പൊടി കാണാനില്ല. അപ്പോൾ അത് ആരും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ദാഹിക്കുന്നുണ്ട്, എനിക്കൊരു ദേഷ്യവും സങ്കടവും. ഗ്ലൂക്കോസ് പൊടിയൊക്കെ ആദ്യമായിട്ടാണ് അന്നൊരു പാക്കറ്റ്. അപ്പം ഞാൻ ഈ ഗ്ലൂക്കോസ് പൊടി തിന്നാനും എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് അന്ന് ഗ്ലൂക്കോസ് പൊടി തിന്നാൻ പോണത്. ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ആപ്പിൾ, ഞാൻ അന്ന് ഒരു ആപ്പിൾ കഴിച്ചിട്ടില്ല. അപ്പം ഞാനൊരു ആപ്പിൾ അവിടെ മീൻസ് ഈ പുല്ലി കിടക്കുന്നത് കണ്ടു, ഈ ബാഗിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ആ ബാഗ് കൂട്ടിയിട്ടേക്കണ ആരുടെ ബാഗിൽ നിന്ന് ഉരുണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ആപ്പിൾ എടുത്ത് 2 കടി അടിച്ചു. ഈ 2 കടി അടിച്ചപ്പോൾ എൻ്റെ ആ ഒരു ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതായത് എൻ്റെ ഗ്ലൂക്കോസ് പൊടി കാണാണ്ട് പോയതിൻ്റെ അതങ്ങ് മാറിയിട്ട് കട്ടതിൻ്റെ പ്രശ്നമായി. അതായത് ഇത് ഞാൻ അവരോട് ആ ഓണറിൻ്റെ അടുത്ത് ചോദിക്കാണ്ട് അവിടെ കിടന്നതെടുത്ത് തിന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്നിൽ വരാൻ തുടങ്ങി. അതായത് ഞാൻ ഒരു കള്ളിയായി അന്നേരം. എന്താ പറയുക, ആ കുട്ടിയുടെ കയ്യിൽ ചിലപ്പോൾ ആപ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കൊച്ചിനും എന്നെപ്പോലെ തന്നെ വിഷമം ഉണ്ടാവില്ലേ, ആ കുട്ടിക്ക് ആപ്പിൾ കിട്ടിയില്ല. ഇപ്പോൾ ആ കുട്ടിയല്ല എൻ്റെ ഗ്ലൂക്കോസ് പൊടി എടുത്തേക്കണമെങ്കിൽ അതിനും വിഷമാവില്ല. അപ്പോൾ ഇതൊക്കെ എന്നെ ഇങ്ങനെ അലട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ PT മാഷിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ജെയിംസ് സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ ആപ്പിൾ എൻ്റെ ഗ്ലൂക്കോസ് പൊടി കാണാണ്ടായിരുന്നില്ല, അപ്പം ഞാനിങ്ങനെ ആപ്പിൾ എടുത്ത് 2 കടി കടിച്ച് തിന്നു എന്ന് പറഞ്ഞു. ഇതെനിക്ക് ആരുടെ ആപ്പിളാണെന്ന് അറിയാൻ പാടില്ല, ഞാൻ ചോദിക്കാണ്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ മാഷിൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ മേലെ മോനിങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, സാർ ഇതാക്കിയോളാം, മേലെ വേറെ ആരുടെയും ഇതെടുത്ത് കഴിക്കരുതെന്ന്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ പേടിയല്ല, എന്തോ ഒരു പ്രശ്നം കട്ടെടുത്തു, ഞാൻ കള്ളിയായി എന്നുള്ളൊരിത്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, വിശന്നിരുന്നോട്ടെ, നമുക്ക് വിശന്നിരിക്കുമ്പോൾ വിശപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് മോൻ വേറെ ആരുടെ ഒരു സാധനം എടുക്കരുത് കേട്ടോ, അമ്മച്ചി എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മുടെ കേരളത്തിലെ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ കേരളം പറയുവാണ്, നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയക്കാർ എന്തോ ഒരു സാധനമല്ലേ കട്ടുകൊണ്ട് പോകണേ. അപ്പം ഞാനിങ്ങനെ ഓർക്കും, അവർ ഈ 3 കോടി ജനങ്ങളെന്ന് പറയുന്നവരോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്, പക്ഷേ ദേ ഡോണ്ട് കെയർ. അവർ ബോധേഡല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉറപ്പാണ്, അവർക്ക് എന്തായാലും ആരും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണില്ല, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടാൻ പോണില്ല. പിന്നെ അവർക്കൂടെ ഒരു അപാര തൊലിക്കെട്ടി, അതായത് ഡസൻറ്റ് മാറ്റർ, ഈ കള്ളനായി എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണിത്.